أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 920 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ അവസാനത്തെ 2 ആയത്തുകളായ 110, 111 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇദുല്ലാഹ ബിദുർ റഹ്മാൻ അയ്യമ്മാ തദൂ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ അവസാനത്തെ 2 ആയത്തുകൾ 110, 111 അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ 17ാമത്തെ സൂറത്തിന്റെ വിശുദ്ധ ഖുർആനിലെ ക്രോഡീകരിക്കപ്പെട്ട ക്രമത്തിലുള്ള 17ാമത്തെ സൂറത്തിന്റെ പരിസമാപ്തിയായിട്ടാണ് ഈ ആയത്തുകൾ വരുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അല്ലാഹു ഇൽമ നേരത്തെ നൽകപ്പെട്ടിരുന്ന സമൂഹങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിലെ സത്യസന്ധരായ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അവര് കരയുന്നവരായിക്കൊണ്ട് മുഖം നിലത്ത് പതിച്ച് സുജൂദ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവരിൽ നിന്നുള്ള പ്രതികരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെടും. അവര് വിശുദ്ധ ഖുർആൻ ദൈവിക വചനങ്ങളായിട്ട് തിരിച്ചറിയുന്ന, വളരെ എളുപ്പത്തിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ കാരണമായിട്ടാണ് അവർ ആ വിധത്തിൽ പ്രതികരിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ആയത്തുകളുടെ ഈ 109ാമത്തെ ആയത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി അതിനെ തുടർന്ന് തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കല് സുന്നത്താണ്. അതിന് സൗകര്യമുള്ള സന്ദർഭങ്ങളിൽ അത് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച 2 ആയത്തുകൾ വരുന്നത്. അത് ആശയപരമായി ഇതിന്റെ തൊട്ടു മുമ്പ് കൈകാര്യം ചെയ്യപ്പെട്ട ആ വിഷയങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അതേസമയത്ത് ഈ സൂറത്തിന് വളരെ ചേർന്ന, വളരെ യോജിച്ച ഒരു പരിസമാപ്തി, ഒരു കൺക്ലൂഷൻ ആയിട്ട് ഈ 2 ആയത്തുകൾ കാണാൻ കഴിയും. നമുക്ക് ഈ സൂറത്തിന്റെ തുടക്കം തന്നെ കാണാൻ പറ്റിയത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് തുടങ്ങുന്ന വിധത്തിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി പ്രയാണം ചെയ്യിച്ച അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്ന വിധത്തിലാണ്, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന വിധത്തിലാണ് ഈ സൂറത്തിന്റെ തുടക്കം. ഈ അവസാന ഭാഗം
ആ തുടക്കത്തിനോട് വളരെയേറെ ചേർച്ചയുള്ള ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. നമുക്ക് ഈ ആയത്തുകളുടെ സാരം ഒന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ തുടക്കം. ഖുൽ, പ്രവാചകരെ പറയുക, അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക, ഉദുല്ലാഹ അവിദുർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹുവിന്റെ പേര്, അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ, കരുണാമയൻ, അത്യുദാരൻ എന്ന വിധത്തിൽ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹു എന്നോ അല്ലെങ്കിൽ റഹ്മാൻ എന്നോ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അയ്യമ്മ തദുർ, ഏത് വിധേനയാണ് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിലും, ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവനുള്ളതാണ് ഉത്കൃഷ്ട നാമങ്ങളൊക്കെയും തന്നെ. അള്ളാഹുവിനുള്ളതാണ് ഉത്കൃഷ്ട നാമങ്ങൾ. വലാ തജ്ഹർ ബി സ്വലാത്തിക വലാ തുഖാഫിത് ബിഹ, നീ നിന്റെ സ്വലാത്തിന്, നമസ്കാരത്തിന് വളരെ ഉച്ചത്തിലാക്കാതിരിക്കുക. വലാ തുഖാഫിത് ബിഹ, അതിനെ വളരെ പതിഞ്ഞ സ്വരത്തിലുള്ളത്, വളരെ നേർത്ത ശബ്ദത്തിലുള്ളത് ആക്കാതെയും ഇരിക്കുക. വത്തബിയോ ബൈനദാലിക സബീല, ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു മധ്യമ സ്വഭാവവും ഉള്ള വിധത്തിലാക്കി നീ നിന്റെ സ്വലാത്തിനെ, നമസ്കാരത്തെ നിർവഹിക്കുക. വഖുലിൽ അൽഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ഈ കാര്യം കൂടി അവരോട് കേൾപ്പിക്കുക, അവരോട് പറയുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതികൾ. അല്ലദീ ലം യത്തഖിദ് വലദൻ, ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ലാത്തവനായ അള്ളാഹു. വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ ഒരു പങ്കാളിയും ഇല്ലാത്തവനായ അള്ളാഹുവിനാണ് സർവസ്തുതികൾ. വലം യകുൻ ലഹു വലിയ്യും മിനൽ, അവന്റെ ദൈന്യതയിൽ അല്ലെങ്കിൽ അവന്റെ ദൗർബല്യങ്ങളിൽ അവനെ സഹായിക്കുന്നവനായിട്ട് അവനൊരു സഹായിയുമില്ല. അങ്ങനെയുള്ള അള്ളാഹു. വകബ്ബിർഹു തക്ബീറ, അവന്റെ നിസ്തുലമായ മഹത്വത്തെ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. തുടക്കത്തില് സുബ്ഹാനല്ലദീ അസ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ ഈ സൂറത്തിന്റെ അവസാനം വകബ്ബിർഹു തക്ബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. നിന്റെ നാഥന്റെ നിസ്തുലമായ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് നീ നിലക്കൊള്ളുക. ഇതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. ഈ ആയത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഈ സൂറത്തിന്റെ അവതരണം നമ്മൾ നേരത്തെ പലപ്പോഴായി മനസ്സിലാക്കിയ പോലെ മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം വളരെ സങ്കീർണത ഉള്ളതായി മാറിയ ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. ഏകദേശം ഒരു വർഷം കൂടി പിന്നിടുന്നതോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പോൾ കാര്യങ്ങള് വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു ഹദീസ് വിവരിക്കുന്നത് ഈ സൂറത്തിന്റെ ഈ അവസാനത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കഅബയുടെ ചാരത്ത് ശബ്ദമുയർത്തിക്കൊണ്ട് തിലാവത്ത് ചെയ്തുകൊണ്ട് നമസ്കരിച്ചിരുന്നതിന്റെ ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ശത്രുക്കളായ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായ ആളുകൾ ബഹളം വെച്ച് ശല്യമുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമസ്കാരം വളരെ ഉച്ചത്തിലാക്കാതിരിക്കാൻ, വളരെ നേർത്ത ശബ്ദത്തിലും ആക്കാതിരിക്കാൻ, രണ്ടിനും ഇടക്കുള്ള ഒരു സ്വഭാവത്തിൽ നിർവഹിക്കാൻ ഇവിടെ നിർദ്ദേശം നൽകപ്പെടുകയുണ്ടായത് എന്നാണ്
അബ്ദുല്ലാഹിബിൻ അബ്ബാസ് വിവരിക്കുന്നത്. അപ്പോ ആളുകള് മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിച്ചിരുന്ന ആളുകൾ വന്ന് ആ നമസ്കാരത്തിന് തടസ്സമുണ്ടാക്കാൻ കാരണമാകുന്ന വിധത്തിൽ വളരെ ഉച്ചത്തിൽ ആക്കാതിരിക്കുക. അതുപോലെ കൂടെയുള്ള അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ പതിഞ്ഞതുമല്ലാത്ത ഈ രണ്ട് എക്സ്ട്രീംസിനും ഇടക്കുള്ള ഒരു വിധത്തില് നമസ്കാരം നിർവഹിക്കാനാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സൂചിപ്പിക്കുന്നത്. ഈ നിർദ്ദേശം നമസ്കാരം നിർവഹിക്കുന്നതിൽ ഇങ്ങനെ ഉച്ചത്തില് തിലാവത്ത് ചെയ്യുന്നതിനെ വിലക്കുന്ന, അതുപോലെ വളരെ പതിഞ്ഞ സ്വഭാവത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്ന ഈ നിർദ്ദേശം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയതിന് ശേഷം നിലനിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായ മക്കയിൽ ഉണ്ടായിരുന്നതിനോട് സമാനമായ ഭീഷണി നിറഞ്ഞ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ നിർദ്ദേശം വീണ്ടും പരിഗണിക്കപ്പെടേണ്ട വിധത്തിൽ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാവുന്നതുമാണ് എന്നാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം അതാണ്. ഇതിലെ ഒന്നാമത്തെ നമ്മൾ വായിച്ച ഈ രണ്ടായത്തുകളിൽ ഒന്നാമത്തേതിൽ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമൂഹത്തോട് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അവിടെയുള്ളത്. ഫുൽ പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പറയുക, ഉദുഉല്ലാഹ അവിദുർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ, അതല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. ഇതാണ് നൽകപ്പെടുന്ന നിർദ്ദേശം. മക്കയിലെ ആളുകള് ഈ അർ റഹ്മാൻ എന്ന പദം വെച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ നാഥനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അവർക്ക് പരിചയമില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് കണ്ടിരുന്നത്. അള്ളാഹു എന്ന നാമം അവർക്ക് പരിചയമുള്ളതാണ്. പക്ഷെ അർ റഹ്മാൻ എന്നത് ഞങ്ങൾ കേട്ട് പരിചയിച്ചതല്ല, അത് ഞങ്ങൾക്കറിയില്ല, മുഹമ്മദ് ഇപ്പോ അത് എവിടുന്നോ പൊക്കി കൊണ്ടുവന്നതാണ് എന്ന നിലക്കാണ് അവർ പ്രതികരിക്കുകയുണ്ടായത്. അള്ളാഹു എന്ന പോലെ തന്നെ അർ റഹ്മാൻ എന്ന് ഉപയോഗിക്കുന്ന, എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന മക്കയിലെ ആളുകൾക്ക്, അവരിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്നവര് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിരുന്നത് ഈ പ്രയോഗത്തിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ടാണ്. ഹുദൈബിയ ഉടമ്പടിയിലെ ഘട്ടത്തിലും ഈ പ്രശ്നം പൊങ്ങി വരുന്നത് നമ്മൾ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ ഉടമ്പടി രേഖ തുടങ്ങുന്നത് അവർ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അർ റഹ്മാൻ പരിചയമില്ല, അത് പറ്റൂല, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കോളൂ എന്നാണ് അവര് നിർദ്ദേശിക്കുകയുണ്ടായത്. അപ്പൊ അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമം അവര് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് പാരമ്പര്യമായിട്ട് ആ പദം അവരുടെ പ്രയോഗത്തിലില്ല, അവർക്കത് പരിചയമില്ല എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം. എന്നാലും എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അള്ളാഹുവിൻ്റെതാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, അതല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അർ റഹ്മാൻ എന്ന പ്രയോഗം ഇഷ്ടമാവുന്നില്ല എന്ന് കരുതിയിട്ട് അത് അള്ളാഹുവിന്റെ നാമം അല്ലാതെ ആവുന്നില്ല. സകല ഉത്കൃഷ്ട നാമങ്ങളും എല്ലാ അസ്മാ ഉൽ ഹുസ്നയും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. ഏറ്റവും നല്ല സൗകുമാര്യമുള്ള, ഏറ്റവും നന്മ സൂചിപ്പിക്കുന്ന അർത്ഥ തലങ്ങളുള്ള ഈ അള്ളാഹുവിനെ പരാമർശിക്കുന്ന ഖുർആൻ, അള്ളാഹുവിനെ പരാമർശിക്കുന്ന സകല പേരുകളും അള്ളാഹുവിന്റെ പേരുകൾ തന്നെയാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ അർ റഹ്മാൻ എന്ന പ്രയോഗം നിരന്തരമായിട്ട് ഉപയോഗിച്ച് കാണാൻ കഴിയും. ബിസ്മിയുടെ ഭാഗമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് നമ്മൾ കാണുന്നത്. അവിടെ അള്ളാഹു എന്നതിന്റെ തൊട്ടുടനെയായിട്ടുള്ള അള്ളാഹുവിനുള്ള വിവരണമായിട്ട് അർ റഹ്മാൻ എന്നാണ് പ്രയോഗിക്കുന്നത് കാണാൻ കഴിയുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അള്ളാഹു പ്രപഞ്ചത്തിലെ തന്റെ
മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയും അവന്റെ ഔദാര്യത്തെയും പരാമർശിക്കുന്നതാണ് ഈ റഹ്മാൻ എന്ന പ്രയോഗം എന്ന് കാണാൻ കഴിയും. ഒരിടത്ത് പക്ഷികൾ ആകാശത്തില് ചിറക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് താഴേക്ക് വീണു പോകാത്ത വിധത്തിൽ നിൽക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് മാ യഖ്ബിലുഹുന്ന ഇല്ല റഹ്മാൻ എന്നാണ്. കാരുണ്യവാനല്ലാതെ മറ്റാരുമല്ല അവയെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്തിൽ താഴോട്ട് പതിച്ചു പോകാതെ ആകാശത്തിൽ ചിറക് വിടർത്തി ചിറക് നിവർത്തി അങ്ങനെ ആകാശത്തിൽ തങ്ങി നിൽക്കാൻ ആ പക്ഷികൾക്ക് സാധിക്കുന്നത് അത് അവരെ ആ പക്ഷികളെ കാരുണ്യവാൻ ഈ റഹ്മാൻ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷികൾക്ക് ആകാശത്തിൽ ചിറക് വിടർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു കഴിവ് റഹ്മാനായ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. വളരെ വ്യക്തമായിട്ടും ആ ആയത്ത് സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും നൽകാൻ കഴിയുന്ന ഒരു കഴിവല്ല അത്. സൃഷ്ടിജാലങ്ങൾക്ക് അവരുടെ ജീവൽ പ്രകൃതം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. സകല പക്ഷികൾക്കും അങ്ങനെ ആകാശത്തിൽ അങ്ങനെ ചിറക് വിടർത്തി നിൽക്കാൻ കഴിയുന്നതിന്റെ രഹസ്യം അങ്ങനെ ഒരു എയറോ ഡൈനാമിക്സിൻ്റെതായ ഒരു സ്കിൽ പക്ഷികൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഗുണത്തിന്റെ ഒരു സൂചനയാണ്. അപ്പോ ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി അള്ളാഹു ഉപയോഗിക്കുന്ന പദമായിട്ട് കാണുന്നത് റഹ്മാനാണ്. 2-3 സൂചനകള് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നൽകപ്പെടുന്ന സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ നാമം കഴിഞ്ഞാൽ തൊട്ടുടനെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വരുന്ന അള്ളാഹുവിന്റെ നാമം റഹ്മാൻ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രവുമല്ല റഹ്മാൻ എന്ന വാക്കും റഹീം എന്ന വാക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കത്തബ അല നഫ്സിഹി റഹ്മ എന്നാണ് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത്. അവന്റെ പ്രകൃതത്തിന്റെ ഭാഗമായിട്ട് അവൻ കാരുണ്യം എഴുതി ചേർത്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹു എന്ന അസ്തിത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണം, ഒരു ഗുണം പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനേറ്റവും യോജിച്ച പദം റഹ്മാൻ എന്നതാണ്. ഇതാണ് ഇവിടെ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സൂചന. അള്ളാഹുവിന് ധാരാളം അള്ളാഹുവിന്റെ പ്രത്യേകതകള് സൂചിപ്പിക്കുന്ന ധാരാളം പദങ്ങൾ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. 99 വിശിഷ്ട നാമങ്ങൾ ഖുർആന്റെ സൂചനകളുടെ അടിസ്ഥാനത്തില് നമ്മൾ സാധാരണ അസ്മാ ഉൽ ഹുസ്ന അസ്മാ ഉൽ ഹുസ്ന എന്ന പേരിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്യാറുള്ള പേരുകളാണ്. അപ്പൊ ഇവയുടെ ഒക്കെ കൂട്ടത്തില് അള്ളാഹു എന്ന പദം കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ച സൃഷ്ടാവ് ആയ റബ്ബിനെ പരാമർശിക്കാൻ ഏറ്റവും യോജിച്ച ഒരു പദമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് റഹ്മാൻ എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും റഹ്മാൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പരാമർശിച്ച പക്ഷികളുമായി ബന്ധപ്പെട്ട വിവരണത്തില് മാ യഖ്ബിലുഹുന്ന ഇല്ല റഹ്മാൻ എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. റഹീം എന്ന പദം മിക്ക സന്ദർഭങ്ങളിലും മനുഷ്യന് സംഭവിക്കുന്ന വീഴ്ചകളുടെയും പോരായ്മകളുടെയും അബദ്ധങ്ങളുടെയും തെറ്റുകളുടെയും ഒക്കെ സന്ദർഭങ്ങളിൽ അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്താപ വിവശനായിട്ട് മടങ്ങുമ്പോൾ മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന ആ കാരുണ്യത്തെ പരാമർശിക്കാനാണ് റഹീം എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റഹീം എന്നത് ഈ തെറ്റു ചെയ്തു പോയ ആളുകൾ അതിൽ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവരോട് അള്ളാഹു കാണിക്കുന്ന കരുണയെയാണ്, ആ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് പൊതുവായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്നാൽ റഹ്മാൻ എന്നത് എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും
ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെയായ സകലതിനും അതിന്റെ തനത് പ്രകൃതം നൽകിയിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവിന്റെ ഔദാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുള്ള യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഈ രണ്ട് പദങ്ങളും റഹ്മാനും റഹീമും, മേഴ്സിഫുൾ അതുപോലെ ബെനഫിഷ്യന്റ് എന്നീ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മേഴ്സിഫുൾ എന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയ ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവരോട് കാണിക്കുന്ന ദയാവായ്പിനെ പരാമർശിക്കുന്ന സൂചിപ്പിക്കുന്ന പദം. എന്നാൽ എല്ലാവർക്കും സകല സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ഔദാര്യത്തെ പരാമർശിക്കുന്നത് ബെനഫിഷ്യന്റ് എന്ന പദം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ, ഉദാരവാൻ എന്നൊക്കെയുള്ള അർത്ഥം തരുന്ന ഒരു പദമായിട്ട്, അത് അർ-റഹ്മാൻ എന്ന പദമാണ് ആ ഒരു കാര്യം നിർവഹിക്കുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥം സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ ഈ ഖുർആനിലെ ഈ പ്രയോഗങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനമാണ്. അള്ളാഹു ആലം. ഇതിന്റെ സൂക്ഷ്മ തലങ്ങള് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് എന്ന് ശടിച്ച് കണിശമായിട്ട് പറയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യമല്ല. നമ്മളുടെ നിഗമനവും വിലയിരുത്തലും ഒക്കെ മാത്രമാണ്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക, അതല്ലെങ്കിൽ കാരുണ്യവാൻ അല്ലെങ്കിൽ അത്യുദാരൻ എന്ന പേര്, അർ-റഹ്മാൻ എന്ന പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അയ്യമ്മ തദൂർ, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ഇതിൽ ഏത് പേര് വേണമെങ്കിലും വിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ അർ-റഹ്മാൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി അത് മാത്രമല്ല, തുടർന്ന് അള്ളാഹു പറയുന്നത് ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെയും അവനുള്ളതാണ്. അതുകൊണ്ട് അത്തരം ഉത്കൃഷ്ട നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. യാ റസാഖ്, യാ തവ്വാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾക്കും കുഫാറുകൾക്കും ഒന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും വസ്തുത, നിങ്ങൾക്ക് അള്ളാഹു എന്ന പേരിൽ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അർ-റഹ്മാൻ എന്ന പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവന്റെ ഉത്കൃഷ്ട നാമങ്ങളൊക്കെയും അവന്റേതാണല്ലോ, അവയൊക്കെ മുൻനിർത്തിക്കൊണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വലാ തജ്ഹർ ബി സ്വലാത്തിക വലാ തുഖാഫിത് ബിഹ, നീ നിന്റെ സ്വലാത്തിനെ, നമസ്കാരം നിർവഹിക്കലിനെ വളരെ ഉച്ചത്തിലാക്കാതിരിക്കുക. അതുപോലെ വലാ തുഖാഫിത് ബിഹ, അതിനെ വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ളത് ആക്കാതെയും ഇരിക്കുക. വത്തബിഉ ബൈന ദാലിക സബീല, അവയ്ക്കിടയിലുള്ള ഒരു രീതി നീ സ്വീകരിക്കുക, അവയ്ക്കിടയിലുള്ള ഒരു മാർഗം നീ പിൻപറ്റുക. ഇതാണ് നിർദ്ദേശം. അപ്പൊ ഇത് ഈ ആയത്ത് അവതരിക്കാനിടയായ പശ്ചാത്തലം ഞാൻ നേരത്തെ നിങ്ങളുമായി പങ്കുവച്ചു. അത് വ്യക്തമാണല്ലോ. അപ്പൊ അതിലുള്ള കർമ്മശാസ്ത്രപരമായ വിധി, അത് അങ്ങനെയുള്ള ഭീഷണമായ സാഹചര്യങ്ങള് ഇല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്ന ഒരു നിരീക്ഷണമാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമസ്കാരം നിർവഹിക്കുമ്പോൾ അത് ഒരു അരോചകമായ ശബ്ദത്തില്, അതികഠിനമായ ഉച്ചത്തിലൊന്നും ആക്കാതിരിക്കുകയാണ് എല്ലായ്പ്പോഴും വേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. അത് ഖുർആൻ മറ്റൊരു സൂറത്തിന്റെ ഒരായത്തിന്റെ ഭാഗമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന അൻകറൽ അസ്വാത്തി ല സൗത്തുൽ ഹമീർ എന്നുകൂടി അവിടെ സൂറത്തുൽ ലുഖ്മാനിൽ പരാമർശിക്കുന്ന കാണാൻ കഴിയും. ശബ്ദം വളരെ പരുത്ത അലറിക്കൊണ്ടുള്ള രീതി സ്വീകരിക്കാതിരിക്കണം എന്നതാണ് അവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം.
ഏറ്റവും അരോചകമായ ശബ്ദം കഴുതയുടേതാണ് എന്നുകൂടി അവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അരോചകമായ തൊണ്ട അലറിക്കൊണ്ട് ഉള്ള ഒരു ശബ്ദമിട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരു സന്ദർഭത്തിലും നല്ലതല്ല. അതേസമയത്ത് ഭീഷണിയും പ്രാതികൂല്യം ഒക്കെ നിലനിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒരല്പം ശബ്ദം കുറച്ച് ബാക്കിയുള്ളവരെ കൂടുതൽ വിരള് പിടിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിക്കേണ്ടതില്ല. അതുപോലെ വളരെ നേർത്ത ശബ്ദം ഇവര് മഹാപേടിത്തൊണ്ടന്മാരാണെന്ന് വരുന്ന വിധത്തിലുള്ള വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഒരു കാര്യമായിട്ട് പ്രാർത്ഥന നിർവഹിക്കേണ്ടതുമില്ല. രണ്ടിനും ഇടക്കുള്ള ആളുകളിൽ വലിയ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അത്യുച്ചത്തില് ആവാതിരിക്കുക, മറ്റു അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ പതിഞ്ഞ ഒരു ശബ്ദവും ആവാതിരിക്കുക എന്നത് ഒരു നമസ്കാരത്തിന് പ്രാർത്ഥനകൾക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു മര്യാദയായിട്ടാണ് നമുക്ക് അതിനെ നിലനിൽക്കുന്ന ഒരു കർമ്മശാസ്ത്ര വിധിയായിട്ട് ഉൾക്കൊള്ളുമ്പോൾ നമുക്കതിനെ കാണാൻ കഴിയും. ഈ പ്രത്യേക സാഹചര്യത്തിന്റെ സൂചനകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം വഖുൽ, പ്രവാചകർ ഇങ്ങനെ പറയുക. ഇത് അവരോട് പറയാന്നല്ല, നബിയോട് അല്ല പറയുകയാണ്. ഈ കാര്യം നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഖുൽ, നേരത്തെ പറഞ്ഞത് ഖുൽ എന്ന് പറയുന്നത് അവരോട് പറയാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ, എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അള്ളാഹുവിൻ്റെത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം പൊതുവായിട്ട് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. അത് ബാക്കിയുള്ളവർക്കും ബാധകം തന്നെയാണ്. വഖുൽ, പറയുക, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതി, അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ, ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ലാത്തവനായ അള്ളാഹു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആ സമൂഹത്തിലെ വളരെ വികലമായ ദൈവസങ്കല്പങ്ങളെ മുഴുവനും തുറന്നു കാണിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉറക്കെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ലാത്തവനും അതുപോലെ ആധിപത്യത്തില് മറ്റൊരു പങ്കാളിയെ കൊണ്ട് നടക്കുന്നില്ലാത്തവനുമായ ഏകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുക എന്നാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. മക്കയിലെ ആളുകള് അള്ളാഹുവിനോടൊപ്പം ശരീക്കുകളെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അള്ളാഹു അവന്റെ ആധിപത്യം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവനാണ്. അത് പലതും അവന് പലരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ദിവ്യത്വം എന്ന ആ ആധിപത്യം, ആ മുൽക്ക് പലർക്കും വിഹിതം വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നതാണ് മക്കക്കാരുടെ ദൈവവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിലനിന്നിരുന്നത്. ലോകത്ത് പല മതസമൂഹങ്ങളുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നും. അവര് ഏകനായ ദൈവത്തെ, അള്ളാഹുവിന്റെ മുൽക്കിനെ പല ദിവ്യശക്തികളും പങ്കുവെച്ചെടുത്തിരിക്കുകയാണ് എന്ന നിലക്കാണ് അവരുടെ ദൈവവിശ്വാസം നിലനിൽക്കുന്നത് എന്നത് കാണാൻ കഴിയും. അതിനെ പൊളിച്ചെഴുതുകയാണ് അള്ളാഹുവിടെ. അതുപോലെ ക്രൈസ്തവ സമൂഹത്തിലെയും യഹൂദരിലെ ഒരു കാലഘട്ടത്തിലെ യഹൂദ സമൂഹത്തെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ആണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു. ഉസൈർ ദൈവപുത്രനാണ് എന്ന് സങ്കല്പിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം യഹൂദ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈസവികളായ ക്രൈസ്തവ സമൂഹം അവര് ഈസ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് അവർ കൊണ്ടു നടക്കുന്നത്. എന്നാൽ അതും മഹാ അബദ്ധമാണ് എന്നത് തുറന്നു കാണിക്കുകയാണുള്ളത്. അപ്പോ അങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പുത്രനെ സ്വീകരിച്ചിട്ടില്ലാത്ത, തന്റെ ഉത്തരവാദിത്തങ്ങളും ആധിപത്യവും അധികാരവും ഒക്കെ കൈയാളാൻ പങ്കാളികളെ കൂടെ കൂട്ടിയിട്ടില്ലാത്ത ആ അള്ളാഹു. വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുല്ല്, അങ്ങനെ എന്തെങ്കിലും ദൗർബല്യമോ പോരായികയോ അല്ലെങ്കിൽ അധമത്വമോ ഒക്കെ ഉണ്ടായിട്ട് ആ കാര്യത്തില്
അവനെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയനെയും കൂടെ കൂട്ടിയിട്ടില്ലാത്ത അള്ളാഹു. എല്ലാ കാര്യം സ്വന്തമായിട്ട് നിർവഹിക്കാൻ കഴിയാത്ത ദൗർബല്യമുള്ള ദുല്ലുള്ള ഒരുത്തനാണ് അള്ളാഹു. അതുകൊണ്ട് എന്നിട്ട് അവന്റെ കാര്യങ്ങളിൽ പലതും നിർവഹിക്കാൻ വേണ്ടി ചില വലിയകളെ കൂടെ കൂട്ടിയിരിക്കുകയാണ് എന്നാണ് മക്കക്കാരുടെ ദൈവവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹു അതിനെയും ഇവിടെ തുറന്നു കാണിക്കുകയാണ്. അവനൊരു തുല്യമില്ല, അവന് ഒരു ദൗർബല്യവും ഒരു പോരായികയും ഒരു തികവില്ലായികയും ഇല്ല. എന്നിട്ട് ആ തികവില്ലായികയുടെ കാര്യത്തില്, പോരായികയുള്ള കാര്യത്തില്, അവന് ദൗർബല്യമുള്ള കാര്യത്തില് അത് നിർവഹിച്ചോളാൻ വേണ്ടി ചില വലിയകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ ഒരു ദുല്ലുമില്ലാത്ത, എന്നിട്ടത് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ഔലിയാനെ വലിയനെ ചില വലിയകളെ, ചില കൂട്ടാളികളെയും സഹായികളെയും ഒക്കെ ഏൽപ്പിക്കേണ്ടി വരുന്ന ഗതികേടുള്ള, അങ്ങനെ ഒരു ഗതികേടുമില്ലാത്ത അള്ളാഹു, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രഖ്യാപിച്ചുകൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. വലം യകുൻ ലഹു വലിയും മിന ദുല്ല്. ദുല്ല് എന്ന് പറഞ്ഞ അധമത്വം, പോരായിക, തികവില്ലായിക, അല്ലെങ്കിൽ പരിമിതികൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോ അള്ളാഹുവിന് അങ്ങനത്തെ ദുല്ല്, അവന് എന്തെങ്കിലും ഒരു 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 ബലഹീനതയോ ദൗർബല്യമോ പോരായികയോ തികവില്ലായികയോ ഒന്നും ഉള്ള യാതൊരു തലവുമില്ല. അവൻ സുബ്ഹാനാണ്, തികവാർന്നവനാണ്. അങ്ങനെയാണ് ഈ സൂറത്തിന്റെ തുടക്കം തന്നെ, സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തികവുള്ളവനാണ്, യാതൊരു പോരായികയും ഇല്ലാത്തവനാണ്. പോരായികയുള്ള ദൈവങ്ങളാണ് മക്കയിലെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദുല്ലുള്ള ദൈവങ്ങളാണ്. ഒരു ദൈവത്തിനുള്ള കഴിവ് വേറൊരു ദൈവത്തിനില്ല, അല്ലെങ്കിൽ വേറെ ദൈവത്തിനുള്ളത് ഈ ദൈവത്തിനില്ല എന്ന വിധത്തിലാണ് അവരുടെ ദൈവസങ്കല്പം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ ദൈവങ്ങളുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷവും വളരെയേറെ കാണാൻ കഴിയും. ഭാരതീയ ദർശനത്തിലോ അല്ലെങ്കിൽ ഐതിഹ്യത്തിലോ ഒക്കെയുള്ള ദൈവസങ്കല്പത്തിന്റെ ഒരു സ്വഭാവവും ഈ വിധത്തിലുള്ള ന്യൂനതകൾ ഉള്ളതായിരുന്നു എന്നത് നമുക്ക് അതിനെ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ ദുല്ലുള്ളതല്ല, യാതൊരു വിധത്തിലുള്ള ദൗർബല്യമോ ന്യൂനതയോ ഇല്ലാത്ത, എന്നിട്ട് ആ ന്യൂനത പരിഹരിക്കാൻ ചില കൂട്ടാളികൾ കൂടെയുള്ള ഒരു ദൈവമല്ല, അങ്ങനെയൊന്നും അല്ലാത്ത ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രഖ്യാപിച്ചു കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. അപ്പോ ഈ വക ന്യൂനതകളും ബലഹീനതകളും പോരായികകളും തികവില്ലായ്കയും ഒക്കെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന തരം വിഭാഗങ്ങളെ, അവരുടെ ആരാധന രീതിയിൽ അടങ്ങിയിട്ടുള്ള അപഹാസ്യതയെ തുറന്നു കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുവാനാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വകബ്ബിർഹു തക്ബീറ, അവന്റെ മഹത്വത്തെ നീ പ്രകീർത്തിച്ചു കൊള്ളുക, വാഴ്ത്തിക്കൊള്ളുക എന്നാണ് പറയുന്നത്. അള്ളാഹുവാണ് എല്ലാ കാര്യത്തിലും തികവാർന്നവൻ. വകബ്ബിർഹു തക്ബീറ, അവന്റെ മഹത്വത്തെ, അവന്റെ നിസ്തുലമായ, മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള മഹത്വമുള്ളവനാണ് അള്ളാഹു. അവന്റെ ആ നിസ്തുലമായ മഹത്വത്തെ നീ വാഴ്ത്തിക്കൊള്ളുക, പ്രകീർത്തിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശം. ഇത് കേവലമായ പറച്ചിലല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിയുന്നവരാണ് നേരത്തെ ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള, ദൈവിക വെളിപാടുകളിലൂടെയുള്ള ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള സമൂഹങ്ങള് ഒക്കെയും തന്നെ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുന്നവരാണ്. അവരത് കേട്ട് മനസ്സിലാക്കുന്നതോടെ അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അവര് സുജൂദിൽ വീഴുമെന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ അള്ളാഹു പറയുന്നത് കാണുന്നത്. ക്രൈസ്തവ സമൂഹത്തിലും യഹൂദരുടെ കൂട്ടത്തിലും ഒക്കെ ഇങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ അവസാനത്തെ ദൂതനെയും ആ ദൂതൻ അവരുടെ മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ദൈവിക വെളിപാടുകളെയും തിരിച്ചറിഞ്ഞ ആളുകൾ യഹൂദ ക്രൈസ്തവ ഗോത്രങ്ങൾ സമൂഹങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിന് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്ര വസ്തുത. അപ്പോ ഈ വിധത്തിലാണ് സൂറത്തുൽ ഇസ്രാ അവസാനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അള്ളാഹു ഇങ്ങനെയാണ് നിർദ്ദേശം നൽകുന്നത്. ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു പോരായികയുള്ള, അല്ലെങ്കിൽ ആധിപത്യം സ്വന്തം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പല പങ്കാളികളെയും ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു ദൗർബല്യമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനതയോ പോരായികയോ ദുല്ലോ ഒക്കെ ഉള്ളതിന്റെ പേരിൽ അക്കാര്യങ്ങളില് അള്ളാഹുവിനെ സഹായിക്കാനായിട്ട് ചില വലിയകളെ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ദൈവമല്ല. ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ നൽകുന്ന നിർദ്ദേശം. അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിന്റെ പഠനം 111 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ പഠനം നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 1-2 ദിവസങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും അതുപോലെ നിരീക്ഷണങ്ങൾക്കും ഒക്കെ ആയിട്ട് പ്രയോജനപ്പെടുത്താം എന്നാണ് കരുതുന്നത്. ഇതിനകം തന്നെ ഒരുപക്ഷെ നമ്മൾ ഖുർആന്റെ പഠന പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ഏറെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സൂറത്തിന്റെ പഠനത്തിനിടയിലായിട്ട് 74 ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഒക്കെയും തന്നെ നമ്മൾ ഈ സൂറത്തിന്റെ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതുമാണ്. കൂടുതലായിട്ട് ഉള്ള ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.